ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപകിൻ്റെ ആത്മഹത്യ നമുക്കറിയാം. ബസ് യാത്രികരുടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ ആരോപണം വന്നപ്പോൾ അതിൽ മനംനൊന്ത് അത് ദീപക് ആത്മഹത്യ ചെയ്തു എന്നാണ് വിവരം. ഇന്ന് ഇതിലെ പ്രതി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്തു. അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റീൽസിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയായിരുന്നു ഈ സംഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാത്തൊരു ട്രെൻഡ് സോഷ്യൽ മീഡിയ വളരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ആ അമ്മയുടെ ഏക മകനായിരുന്നു ദീപക് എന്ന് നമുക്കറിയാം. ഇനി ഒരു ദീപക് ഉണ്ടാക്കാൻ പാടില്ല. കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് ഞാൻ ആദ്യം കടക്കുകയാണ്. ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ലോക് ഭവൻ നിയമിച്ചു. കഴിഞ്ഞ 1.5 കൊല്ലമായി താൽക്കാലിക VC ആയിരുന്നു ഡോക്ടർ രവീന്ദ്രൻ. 4 കൊല്ലത്തേക്കാണ് ഈ നിയമനം. ഉമേഷ് ബാലകൃഷ്ണൻ ഈ നിയമനത്തിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ് എസ്കെൻ. ഇത്തരത്തിൽ കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങളും ഈ പ്രൈം ടൈമിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഒടുവിൽ ഇപ്പോൾ VCയെ നിയമിക്കുന്ന കാര്യവും നമ്മളിപ്പോൾ പ്രൈം ടൈമിൽ ബ്രേക്ക് ചെയ്യുകയാണ്. എന്തായാലും വൈസ് ചാൻസലറായി പി രവീന്ദ്രനെ, അതായത് കഴിഞ്ഞ 1.5 വർഷമായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലർ എന്ന പദവിയിൽ തുടരുന്ന ഡോക്ടർ പി രവീന്ദ്രനെ സ്ഥിരം VC ആയി നിയമിച്ചുകൊണ്ട് ലോക് ഭവൻ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. 35 അപേക്ഷകളായിരുന്നു ലഭിച്ചത്. അതിൽ 5 അംഗ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെർച്ച് കമ്മിറ്റി ലോക് ഭവന് 2 ദിവസം മുൻപ് കൈമാറി. അതിൽ നിന്നാണ് ഇപ്പോൾ പി രവീന്ദ്രന്റെ പേര് അന്തിമമായി തെരഞ്ഞെടുത്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി 4 വർഷം കൂടി പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ എന്ന പദവിയിൽ, സ്ഥിരം വൈസ് ചാൻസലർ എന്ന പദവിയിൽ തുടരും. ഇതോടുകൂടി കേരളത്തിലെ 14 സർവകലാശാലകളിൽ 4 സർവകലാശാലകൾക്ക് സ്ഥിരം വൈസ് ചാൻസലർ ആയിരിക്കുന്നു. എന്തായാലും ലോക് ഭവനുമായും മുൻ ഗവർണറുമായുമെല്ലാം നേരിട്ട് അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് പി രവീന്ദ്രൻ. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ചാൻസലർ ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായും നല്ല ബന്ധമാണ് ഈ പി രവീന്ദ്രനുള്ളത്. എന്തായാലും അതേ രീതിയിൽ ഗവർണർക്ക് പ്രിയപ്പെട്ട, ഗവർണറോട് ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലും ഇപ്പോൾ വൈസ് ചാൻസലറായി വന്നിരിക്കുന്നു. നിലവിലുള്ള 4 സർവകലാശാലകൾ, സ്ഥിരം VCമാരുള്ള 4 സർവകലാശാലകളിൽ 3 സർവകലാശാലകളിലും ഗവർണറോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ VCമാരായി നിയമിച്ചിരിക്കുന്നത്. കേരള സർവകലാശാലയിലും MG സർവകലാശാലയിലും VC നിയമനത്തിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി ആളെ നൽകാൻ ഇപ്പോൾ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ് ഞാൻ വീണ്ടും പോകുന്നത്. ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി. ഇന്ന് വടകരയിൽ ബന്ധുവീട്ടിൽ നിന്നാണ് റീൽ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു എന്ന കേസിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇതാ, കണ്ടോളൂ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. മുഖം മറച്ച് സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന. പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് വാഹനത്തിലാണ് പ്രതിയെ കോടതിയിലെത്തിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തിനകം ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. ഷിംജിത അറസ്റ്റിലായതിൽ സന്തോഷമുണ്ടെന്നും പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. എനിക്ക് എന്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. അവളെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. അവളെ കിട്ടിയിട്ട് നല്ല ഇതിൻ്റെ ഓരോ ശിക്ഷ അനുഭവിക്കണം. ഇതിൽ തന്നെ ഓളെ കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. പ്രതിക്ക് പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് BJP പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലക്ക് കൊടുത്ത കൊലയാളിയെ തുടക്കം മുതൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ സംരക്ഷിക്കാനുള്ള പരിശ്രമമുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്. കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപകിന്റെ ആത്മഹത്യയിൽ റിമാൻഡിലായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫയെ മഞ്ചേരി
സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു കഴിഞ്ഞു. ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധവും ഉണ്ടായി. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിളെ, പ്രതിഷേധക്കാർ സമാധാനപരമായി പിരിഞ്ഞുപോയോ? എന്താണ് സംഭവം? കനത്ത പ്രതിഷേധമാണ് SKN ഷിംജിതയെ മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ച സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയതെങ്കിൽ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. വൈകിട്ട് 6:55 കൂടിയിട്ടാണ് ഷിംജിതയുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോലീസ് വാഹനത്തിൽ പോലീസ് സംഘം ഷിംജിതയുമായി ഈ മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിയത്. ആ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സബ് ജയിലിന് മുമ്പിൽ പോലീസ് വാഹനം തടഞ്ഞു. പോലീസുമായി ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഷിംജിതയെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. നേരത്തെ വടകരയിൽ നിന്ന് ഷിംജിതയെ പിടികൂടിയ സമയത്ത് സ്വകാര്യ വാഹനത്തിലായിരുന്നു ഈ വൈദ്യപരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോയത് എന്നത് വലിയ ആരോപണങ്ങൾക്കും ഷിംജിതയെ വഴിവിട്ട് സഹായിക്കാൻ വേണ്ടി പോലീസ് ഒത്തുകളിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഷിംജിതയെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കും അവിടെ നിന്ന് റിമാൻഡ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്കും ഒക്കെ എത്തിച്ച പോലീസ് വാഹനത്തിൽ തന്നെയായിരുന്നു. കനത്ത പ്രതിഷേധങ്ങൾക്കാണ് ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ പറയാം. വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക്കിന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ദുരനുഭവം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഷിംജിത ഒരു വീഡിയോ പങ്കുവെക്കുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ വീഡിയോ പങ്കുവെക്കുന്നു. അതിനെ തുടർന്ന് ഈ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ദീപക്കിന്റെ കുടുംബം ആരോപിക്കുന്നു. പിന്നീട് പോലീസ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പറയുന്ന ദീപക്കിന്റെ കുടുംബം പരാതി നൽകുകയാണ്. പരാതി നൽകിയതിനെ തുടർന്നാണ് ഷിംജിത ഒളിവിൽ പോയത്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി ഷിംജിതയെ പോലീസ് പിടികൂടുകയാണ്. പിടികൂടിയതിനു ശേഷം വളരെ രഹസ്യാത്മകമായിരുന്നു, പുറത്തൊന്നും അറിയാത്ത രീതിയിലായിരുന്നു പോലീസിന്റെ നടപടികളൊക്കെ. അതൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കും പോലീസ് ഈ ഷിംജിതയെ സഹായിക്കാൻ വേണ്ടി ഒത്തുകളിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തു. കാരണം കേരള മനസാക്ഷി ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തതാണ്. ഈ ദീപകിന്റെ മരണത്തിൽ ഈ ഷിംജിത എന്ന് പറയുന്ന ആളുടെ വീഡിയോ ചിത്രീകരിച്ചത് വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനു പിന്നാലെ ഒളിവിൽ പോയതിനു ശേഷം ഈ 108 BNS പ്രകാരമുള്ള 108 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസത്തോടു കൂടിയിട്ട് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. അതിനൊക്കെ ഒടുവിലാണ് വടകരയിലെ വീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടുന്നത്. പിടികൂടിയതിനു ശേഷമുള്ള പോലീസിന്റെ നടപടികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വഴിവെച്ചു. ഷിംജിതയെ സഹായിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് വഴിവെച്ചു. ഇതിനിടയിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാതെ തന്നെ കുന്നമംഗലം പോലീസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ ശേഷമാണ് റിമാൻഡ് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും ഷിംജിത മഞ്ചേരി സബ് ജയിലിലാണുള്ളത്. ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ 2 ദിവസത്തിനകം നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഷിംജിതയുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നമ്മുടെ നിസാം കൊല്ലം പറയുന്നു ഷിംജിതയെ പിടികൂടുന്നതിന് 24 ടീമും അതുപോലെ ആഷ്മിയുടെ ഇൻട്രോയും ഒക്കെ കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ആരൊക്കെ കാരണമായാലും ഇല്ലെങ്കിലും ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിലിൻ്റെ അംഗീകാരം. G. സുകുമാരൻ നായരുമായി തുഷാർ വെള്ളാപ്പള്ളി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. കാലത്തിൻ്റെ അനിവാര്യതയാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചു. 1976, 2005, 2012 ചരിത്രത്തിൽ 3 തവണയാണ് NSSും SNDPയും ഒരുമിച്ചത്. 3 തവണയും തല്ലിപ്പിരിഞ്ഞതും ചരിത്രം. പഴയതൊക്കെ മറന്നാണ് 4ാം തവണയും ഐക്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. ആലപ്പുഴയിൽ ചേർന്ന SNDP യോഗം കൗൺസിൽ യോഗത്തിൽ എതിർപ്പില്ലാത്ത തീരുമാനം അംഗീകരിക്കപ്പെട്ടു. NSSുമായുള്ള ചർച്ചകൾക്ക് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ചുക്കാൻ പിടിക്കും. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിന് ശക്തമായി മുമ്പോട്ട് പോകാനും സുകുമാരൻ നായർ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അതുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നീങ്ങാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. SNDP പ്രതിനിധിക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഐക്യം കാലത്തിന്റെ അനിവാര്യതയെന്നും പ്രതികരണം. എക്സിക്യൂട്ടീവ് ചേർന്ന ഐക്യത്തിൽ അന്തിമ തീരുമാനം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. മുസ്ലിം ലീഗിനോട് മാത്രമാണ് പ്രശ്നമെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് G. സുകുമാരൻ നായർ തയ്യാറായില്ല. 24 ആലപ്പുഴ.
മറ്റൊരു വാർത്തയിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും. പ്രതിപക്ഷ നേതാവ് പുകഞ്ഞ കൊള്ളി എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. അതേസമയം വി ഡി സതീശനെ കോൺഗ്രസ് പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും അതിന്റെ ആവശ്യമില്ലെന്നും G സുകുമാരൻ നായർ. ഈ പുകഞ്ഞ കൊള്ളിയാണ് അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. സതീശനെ എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമൊന്നും. കാരണം സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആരുടെ ആളാകണ്ട. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ലെന്ന്. ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. മിനി ബാബു പറയുന്നത് നാളെ മുതൽ പ്രൈം ടൈം ഇല്ലല്ലോ, തമ്മിൽ ആരംഭിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അതെ മിനി ബാബു, നാളെ മുതൽ ഒരു ഇടവേളയാണ് പ്രൈം ടൈമിന്. നിങ്ങൾക്കറിയുന്ന കുറച്ച് മാസങ്ങൾ എന്തായാലും കുറേ അധികം കാലമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുകയാണല്ലോ. നിങ്ങൾക്കറിയാം, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പല ചാനലുകളിൽ 1000-ഓളം എപ്പിസോഡിൻ്റെ സംവാദങ്ങൾ ചെയ്തതിന് ശേഷം ഈ സംവാദങ്ങൾക്ക് ഞാനൊരു ഇടവേളയിട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ നമ്മൾ തമ്മിൽ കാലത്തെക്കുറിച്ചൊക്കെ എന്നെ ഓർപ്പിക്കുന്നു. ഈ ഏറ്റവും അവസാനം തൃശ്ശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയപ്പോഴും അന്ന് നമ്മൾ തമ്മിൻ്റെയൊക്കെ സ്ഥിരം പ്രേക്ഷകരെ ചില കുടുംബങ്ങളെ കണ്ടുമുട്ടിയപ്പം അവരൊക്കെ തീർച്ചയായിട്ടും ഇത് തുടങ്ങണം, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മുഖമായിരുന്നല്ലോ നമ്മൾ തമ്മിൽ, അത് അതേ രീതിയിൽ ഒന്നുകൂടെ തുടങ്ങാമോ എന്ന് പറഞ്ഞു. എന്തായാലും നാളെ നമ്മൾ തുടങ്ങുന്നു തമ്മിൽ എന്ന പുതിയ സംവാദ പരിപാടി. നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് പരമാവധി ഇത്തിരി ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ സാമൂഹിക വിമർശനമുള്ള വിഷയങ്ങളും ഒക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8:15 ഈ പരിപാടി സംപ്രേഷണം ചെയ്യുക. നാളെ മുതൽ നമ്മൾ ആരംഭിക്കും. നമുക്കൊരു പ്രൊമോഷൻ ട്രെയിൽ കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നേർക്കുനേർ പോരാട്ടം. ഒരു ടെലിവിഷൻ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സംവാദ പരിപാടി വീണ്ടും. സാമൂഹിക രാഷ്ട്രീയ ആനുകാലിക വിഷയങ്ങൾ ഇനി ചൂടുപിടിക്കും. അനുകരിക്കാനാവാത്ത അവതരണ കരുത്തുമായി മലയാളികളുടെ നിത്യഹരിത അവതാരകൻ വീണ്ടും. തമ്മിൽ ബൈ SKN. നാളെ ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:15 24-ൽ. ചന്ദ്രൻ ചെറിയിൽ ചോദിക്കുന്നു, ഈ പരിപാടി എല്ലാ ദിവസവും ഉണ്ടാവുമോ? തമ്മിൽ തീർച്ചയായിട്ടും തമ്മിൽ എല്ലാ ദിവസവും രാത്രി 8:15 ഉണ്ടാവുക. നാളെ മുതൽ അത് മാത്രമല്ല മറ്റൊരു മാറ്റം കൂടി വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് 24/24 നമ്മൾ 24 വാർത്തകൾ രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യും. 8:15 8:15 തമ്മിൽ സംപ്രേഷണം ചെയ്തും 9:30 ടോപ്പ് 10 5 മിനിറ്റ് ഒരു വാർത്താ ബുള്ളറ്റിൻ. 9:35 നമ്മുടെ പതിവ് പരിപാടി കുറ്റവിശേഷിയും. അപ്പോൾ ആ രീതിയിലായിരിക്കും. കുറേ മാറ്റങ്ങൾക്ക് നമ്മൾ ഈ ആഴ്ച കൊണ്ട് കുറേ മാറ്റങ്ങൾ നാളെ മുതൽ വരികയാണ്. അപ്പോൾ അടിമുടി 24 മാറാൻ ഒരുങ്ങുന്നു. മാത്രമല്ല മറ്റ് ചില ഗ്രൗണ്ട് ലെവലിലും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. കാത്തിരുന്ന് കാണുക. 24-നൊപ്പം തന്നെ തുടരുക. പാലക്കാട് പള്ളിക്കുന്നിൽ ഓട്ടോറിക്ഷ അഴുക്കുചാലിലേക്ക് മറിഞ്ഞ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപകടത്തിൽ ഡ്രൈവർ വെള്ളിനേഴി സ്വദേശി പ്രകാശൻ മരിച്ചു. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, പറയൂ വിശദാംശങ്ങൾ. SKN പാലക്കാട് ജില്ലയിൽ മാത്രം ഇന്ന് വാഹനാപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇതിൽ രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ 11 മണിയോടുകൂടി ഉണ്ടായ ഈ അപകടത്തിൽ ഡ്രൈവർ അടക്കം മരിച്ചിരുന്നു. മറ്റ് 3 പേർക്ക്, ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരായ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ അപകടത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എതിർദിശയിൽ വാഹനങ്ങൾ വന്നാണോ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് രാവിലെ ആശങ്കയും അതുപോലെ സംശയമൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോഴാണ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഒരു സ്കൂൾ ബസ്സും പിറകെ ഒരു ബൈക്കും ഒക്കെ പോകുന്നത് അത് ഈ ബൈക്ക് ആ സ്കൂൾ ബസ്സിനെ മറികടക്കാനുണ്ടായ, ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ എതിരെ വന്ന ഓട്ടോറിക്ഷ സൈഡ് കൊടുക്കുന്നതിനിടെ ഉണ്ടായ ഒരു അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ രാവിലെ തന്നെ ഡ്രൈവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ മണ്ണാർക്കാട് മേഖലയിൽ ഇത്തരത്തിൽ ഇന്നലെ രാത്രി ഒരു വാഹനാപകടം നടന്ന് അതിലും ഈ ഡ്രൈവർ ഉൾപ്പെടെ 2 പേര് ഇന്ന് മരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേർന്നത്.
2020 ലോകകപ്പിൽ കളിക്കണമെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഇന്ത്യയിലെത്തണമെന്ന അന്ത്യശാസനവുമായി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബംഗ്ലാദേശിന് പകരം ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. വേദി മാറ്റണം എന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC ബോർഡ് യോഗം 2-നെതിരെ 14 വോട്ടിന് തള്ളിക്കളഞ്ഞു. അനിൽ വാസു വിവരങ്ങൾ നൽകും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് ഈവനിങ് എസ് കെ. ഈ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കില്ലെന്ന കടുത്ത നിലപാട് തുടരുകയാണ്. അപ്പോൾ അതിനു മുന്നിൽ ICC ഇനി ഒരു ചർച്ചയ്ക്കുമില്ല, ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഒറ്റ ദിവസം കൂടി നിങ്ങൾക്ക് മുന്നിൽ തരും, കളിക്കണമെങ്കിൽ കളിക്കാം, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്തിടും എന്നുള്ളതാണ് ജയ്ഷ അധ്യക്ഷനായുള്ള ICC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഇതായിരുന്നു, മുസ്തഫിസുർ റഹ്മാനെ IPL നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടതാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് കടുത്ത നിലപാടിലേക്ക് എത്തിയത്. ആ താരത്തിന് ഇന്ത്യത്തിൽ സുരക്ഷയില്ലെങ്കിൽ എന്തായിരിക്കും ആ ടീമിൻ്റെ, ബംഗ്ലാദേശ് ടീമിൻ്റെ മുഴുവൻ കാര്യവും അവിടെ സുരക്ഷ പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇന്ത്യയിൽ കളിക്കാനാവില്ല, തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുള്ള ഒരു കടുത്ത ആവശ്യം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരും അതിന് പിന്നാലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും എടുത്തത്. ICC വലിയ രീതിയിൽ ഇതിനകത്ത് ചർച്ചകൾ നടത്തി, 2-3 തവണ ഓൺലൈൻ മീറ്റിംഗ് നടത്തി, അവരുടെ 2 പ്രതിനിധികൾ ധാക്കയിലെത്തി കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പോലും ബംഗ്ലാദേശ് ഒരു തരത്തിലും അയവിന് തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ICC ബോർഡ് യോഗം ചേരുകയും അതിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ പുറത്താക്കും എന്നുള്ളതാണ്. ICC ബോർഡിനകത്ത് നടത്തിയ ഒരു വോട്ടെടുപ്പിൽ 2-നെതിരെ 14 വോട്ടിനാണ് ആ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് കളിക്കില്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് റൗണ്ടിൽ ഒക്കെ തന്നെ മുന്നിലെത്തിയ സ്കോട്ട്ലാൻഡിനെ പകരം കളിപ്പിക്കാമെന്നുള്ള തീരുമാനമാണ്. 2 പേർ ആണ് ബംഗ്ലാദേശിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഒന്ന് ബംഗ്ലാദേശാണ്, മറ്റൊന്ന് വന്നത് പാകിസ്ഥാനാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ബംഗ്ലാദേശിന് മുന്നിൽ ഒറ്റ ദിവസത്തെ സമയമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇന്ത്യയിൽ കളിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ടൂർണമെന്റിലേക്ക് കളിക്കാതിരിക്കാം എന്നുള്ളതാണ് എന്തായാലും SKയിൽ നിന്ന് വരാതിരിക്കുന്നത്. നാളെ എന്തായാലും അപ്പോൾ ലോകകപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബംഗ്ലാദേശിന്റെ വിധി എന്താകും എന്നുള്ളത് നാളെ അറിയാം. ബംഗ്ലാദേശ് കളിച്ചില്ലെങ്കിൽ ലോകകപ്പിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ബംഗ്ലാദേശിന് മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. SK. ഓക്കെ, താങ്ക് യു അനിൽ വാസു. മോഹൻ പിലാത്തറ ചോദിക്കുന്നു, SK തമ്മിൽ പ്രൊമോയിൽ ആഷ്മിയേക്കാളും ഉയരത്തിലാണല്ലോ താങ്കൾ, എന്ത് വിധിയാണ് ഇതിൽ ചെയ്തത്? എനിക്ക് കുറച്ച് കാലമായിട്ട് ഈ ആഷ്മിയേക്കാളും കുറച്ച് മുകളിലോട്ട് പോകണം ഉയരത്തിലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് AI സാധ്യത ഉപയോഗിച്ച് ഞാൻ എന്നെ ഒന്ന് പൊക്കിയതാണ്, മനസ്സിലായ? അടുത്ത വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് NDTVയുടെ വോട്ട് ബൈ സർവേയിൽ പറയുന്നു. സർവേ അനുസരിച്ച് നമ്മുടെ ആൾക്കാരുടെയൊക്കെ ജനപ്രീതിയെക്കുറിച്ച് ചില നിലപാടുകളൊക്കെ വന്നിട്ടുണ്ട് സർവേയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിലേക്ക് വരാം, ഇടവേള കഴിഞ്ഞ ബ്രേക്ക്. കൊച്ചി ഒരു അപകടത്തെക്കുറിച്ച് പറയുകയാണ്. കൊച്ചി വൈപ്പിൻ ചെറായിയിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച ഒരു അപകടം ഉണ്ടായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. യുവതിയും അമ്മയും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിച്ച വാഹനം നിർത്താതെ ഓടിച്ചുപോയി. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കാം. ആ ദൃശ്യത്തിലേക്ക്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി തട്ടുക, അതൊക്കെ നമുക്ക് റോഡിൽ പ്രതീക്ഷിക്കാം. എന്നാൽ തട്ടിയാൽ തിരിഞ്ഞുപോലും നോക്കാതെ വണ്ടി ഓടിച്ചു പോകുന്ന ക്രൂരന്മാരായ ആളുകൾ റോഡിലിറങ്ങുന്നു എന്ന് മാത്രമല്ല, വണ്ടി തട്ടിക്കിടക്കുന്ന ആളിൻ്റെ മുകളിലൂടെ വാഹനം തിരിക്കാൻ വേണ്ടി എടുത്ത് കയറ്റുന്ന ആളുകളും കേരളത്തിലുണ്ടാകുന്നു. ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ ഈ അവിടെ എന്താ സംഭവിച്ചെന്ന് കൂടി പറയൂ. അതെ, തീർച്ചയായിട്ടും SK. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടിയെ ഇതേപോലെ തന്നെ ഒരു കാർ ഇടിച്ച് അത് നിർത്താതെ പോയ സംഭവം കൊച്ചിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത്. ഇന്നിപ്പോൾ ഇതാ സമാനമായ രീതിയിൽ വൈപ്പിൻ ചെറായി ഭാഗത്തും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. അതായത് ഈ വാഹനത്തിൽ, ഒരു ഇരുചക്ര വാഹനത്തിൽ യുവതിയും അമ്മയും സഞ്ചരിക്കുകയായിരുന്നു. അരികിലൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. ഈ സമയത്ത് തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ള ഒരു കാർ, ആ കാർ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം, അത് ഈ സ്കൂട്ടറുമായി ഉരസുകയായിരുന്നു. ഇതോടുകൂടി ഇവർ റോഡിലേക്ക് വീഴുകയും ചെയ്തു. ഇവർ 2 പേർക്കും പരിക്കുണ്ട്. 2 പേരും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ്. ഇടിച്ച ഉടൻ തന്നെ ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടും ഈ വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു. ഇതിൽ തന്നെ പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം നടന്നത്. ഇപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ ഇതിന്റെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. SK. ഓക്കെ, എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. അപകടം പറ്റിയ ആളുകൾ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങളെ തൂക്കാൻ വിധിക്കാൻ പോകുന്നൊന്നുമില്ല. അത് നിർത്തി അവർക്ക് എന്തെങ്കിലും വൈദ്യസഹായമോ ആശുപത്രി എത്തിക്കാനോ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാതെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾക്ക് ജാമ്യം പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മുടെ രക്ഷ മാത്രം കരുതുമ്പോൾ റോഡിൽ ജീവനുമായി ഏറ്റുമുട്ടുന്ന ഒരു ആൾ കിടപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അടുത്ത വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ.
കേരളത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് NDTVയുടെ വോട്ട്സ് വൈബ് സർവേ പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ പകുതിയിലധികം ജനങ്ങളും അസംതൃപ്തരാണ് എന്നാണ് ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആൾക്കാരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും സർവേ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളുമായാണ് NDTV വോട്ട് വൈബ് കേരള ട്രാക്കർ സർവേ നടത്തിയത്. 52% പേർ സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു. 35% പേർ മാത്രമാണ് LDF സർക്കാരിനെ പിന്തുണച്ചത്. 12% ആളുകൾ സർക്കാരിൻ്റേത് ശരാശരി പ്രകടനമെന്നും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ജനപ്രീതിയിലും ഇടിവുണ്ടായതായി സർവേ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. പിണറായി വിജയൻ 18% പേരുടെ പിന്തുണയോടെ രണ്ടാമതും, CPIM നേതാവ് KK ശൈലജ 16.9% പേരുടെ പിന്തുണയോടെ തൊട്ടു പിന്നാലെയുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് 14.7%, ശശി തരൂരിന് 9.8%മാണ് പിന്തുണ ലഭിച്ചത്. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്നാണ് പ്രവചനം. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 24 ഡൽഹി. ഈ സർവേയുടെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും എത്ര പേരിലാണ് സർവേ നടത്തിയതും അറിയില്ല. NDTV നടത്തിയ സർവേയാണിത്. വ്യാപക വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വർഗീയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചും പ്രസ്താവന പിൻവലിച്ചും മന്ത്രി സജി ചെറിയാൻ. സഹോദരങ്ങൾക്കും സംഘടനകൾക്കും വേദനയുണ്ടാക്കിയതുകൊണ്ട് പരാമർശം പിൻവലിക്കുകയാണെന്ന് സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഖേദപ്രകടനം പാർട്ടി നിർദ്ദേശപ്രകാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഖേദം പ്രകടിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് വർഗീയ പരാമർശം പിൻവലിച്ചോടാൻ മന്ത്രി സജി ചെറിയാൻ നിർബന്ധിതനായത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതോടെ പാർട്ടിയും കൈവിട്ടെന്ന് വ്യക്തമായി. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ, ഇന്നും അതെ, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് പ്രസ്താവന നടത്തിയ വിമർശനവും ഖേദപ്രകടനം നടത്താൻ സജി ചെറിയാനെ നിർബന്ധിതനാക്കി. താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചു. ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം വളരെയധികം വേദനിപ്പിക്കുന്നു. ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും തെറ്റിദ്ധരിച്ചത് വേദനയുണ്ടാക്കുന്നു. പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, പ്രസ്താവന പിൻവലിക്കുന്നു. ഇതാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം. എന്നാൽ ഖേദപ്രകടനം കൊണ്ട് പ്രശ്നം തീരുന്നില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആവശ്യമുയർന്നു. ഖേദപ്രകടനം നടത്തിയെങ്കിലും വെള്ളിയാഴ്ച മുതൽ നടക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ പരാമർശം ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. ഹരിഗോവിന്ദ് ചോദിക്കുന്നു, നാളെ മുതൽ എൻകൗണ്ടർ ഉണ്ടാകും. എൻകൗണ്ടർ അതുവരെ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് എൻകൗണ്ടർ ഉണ്ടാകും. അത് കൃത്യമായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു വാർത്തയ്ക്കായി കോഴിക്കോട്ടേക്ക്. ഫറൂഖിൽ വായ്പാ കാലാവധി കഴിയും മുന്നേ ബാങ്ക് വീട് ജപ്തി ചെയ്തതായി പരാതി. കേരള ഗ്രാമീൺ ബാങ്കിനെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത്. 28-ന് അദാലത്തിൽ വിഷയം പരിഗണിക്കാനിരിക്കെ ഇന്നലെ വീട് കയറി ജപ്തി ചെയ്തു. വീട്ടിൽ കുട്ടികൾ മാത്രമുള്ളപ്പോഴായിരുന്നു ബാങ്കിന്റെ അതിക്രമം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നിഖിൽ പ്രവേശിച്ചിരുന്നു കോഴിക്കോട് നിന്ന്. നിഖിലെ, ഇങ്ങനെ ഒരു ബാങ്ക് ഉണ്ടോ നിഖിലെ? പറയൂ. ഗുഡ് ഈവനിങ്. അത് തന്നെയാണ് അവിടെയുള്ള സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഫറോക്ക് പെരുമുഖത്തുള്ള നീലാട്ടിൽ സുരേഷ് എന്നയാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുർഗതി ഉണ്ടായത്. ഇദ്ദേഹം 5 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. 20 വർഷ കാലയളവിലായിരുന്നു ആ വായ്പ എടുത്തിരുന്നത്. 2015 ഈ വായ്പ എടുത്തത്. 20 വർഷം എന്ന് പറയുമ്പോൾ ഇനിയുമുണ്ട് 10 വർഷം കൂടി, അതായത് 9 വർഷത്തോളം ഇനിയുമുണ്ട്. എന്നാൽ ഈ കാലാവധി അവസാനിച്ചുവെന്നും നിങ്ങൾ ഉടനെ തന്നെ വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും അടച്ചില്ലെങ്കിൽ ജപ്തി നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന് കാണിച്ച് 15-ാം തീയതി കഴിഞ്ഞ 15-നാണ് ഈ കുടുംബത്തിന് നോട്ടീസ് നൽകിയത്. അതിനോടകം 4,60,000-ഓളം രൂപ ഈ കുടുംബം അടച്ചിട്ടുണ്ട്. അവരോട് പറയുന്നത് ഇനിയും 6 ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ രേഖകളൊക്കെ അവർ നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഭീമമായിട്ടുള്ളൊരു തുക അടയ്ക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഇതേ തുടർന്ന് ഇന്നലെ വൈകിട്ട് കുട്ടികൾ മാത്രം
വീട്ടിലുള്ള സമയത്താണ് ജീവനക്കാർ എത്തിച്ചേർന്നുകൊണ്ട് ഈ കുട്ടികളുടെ പഠിക്കാനുള്ള പുസ്തകങ്ങളടക്കം ആ വീടിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ജപ്തി ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ആ കുട്ടികൾ വളരെയധികം മനോവിഷമത്തിലായിരിക്കുകയാണ്. ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടികൾ പരാതിപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും ഈ നടപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാങ്കിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഫോണിൽ പോലും അവരെ ലഭ്യമായിട്ടില്ല. അത് ഉറപ്പായും നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കും. എന്തായാലും ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് 28-ന് നടക്കുന്ന അദാലത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വെച്ചിരുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു എക്സ്റ്റൻഷൻ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു അദാലത്തിൽ ഈ വിഷയം വെച്ചിരുന്നതാണ്. എന്നാൽ അത് നിലനിൽക്കുകയാണ്. അതിന് മുൻപായി തന്നെ ഈ 20-ാം തീയതി ഇത്തരത്തിലുള്ളൊരു ജപ്തിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണ തൊഴിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. അരുൺ മുട്ടാട ചോദിക്കുന്നു, SKN തമ്മിൽ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ തമ്മിൽ അങ്ങോട്ട് ചാടിയുള്ള അവതരണ രീതി ഉണ്ടാകുമോ? എന്തായാലും നാളെ കാണുക. അതൊക്കെ സസ്പെൻസാണ്. അത് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതാകാം. മിക്കവാറും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക്. CPM നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരനും നിക്ഷേപകനുമായ നൌഷാദ് 2021 ചാക്കിലെത്തിച്ച പണം ജീവനക്കാരുടെ അക്കൗണ്ട് വഴി നിക്ഷേപം നടത്തിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. പണം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുള്ള നിക്ഷേപകരുടെ പ്രക്ഷോഭത്തിൽ നേതൃനിരയിലുള്ള ആളാണ് ആരോപണം ഉന്നയിക്കുന്ന ഈ നൌഷാദ്. കോഴിക്കോട്ട് നിന്നാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ ബത്തേരി ഓഫീസിലേക്ക് 2021 ഡിസംബറിൽ കള്ളപ്പണം എത്തിച്ചതെന്നാണ് നൌഷാദ് പറയുന്നത്. ഇതിന്റെ തെളിവെന്ന രീതിയിൽ ചില ചിത്രങ്ങളും നൌഷാദ് പുറത്തുവിട്ടു. പിന്നീട് ബത്തേരിയിലെ ഒരു ബാങ്ക് വഴി സൊസൈറ്റിയിലെ ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ ആ പണം വെളുപ്പിച്ചെടുത്തതായാണ് ആരോപണം. ഈ പൈസ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും 1-2 ലക്ഷം രൂപയായിട്ട് ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. വലിയ എമൗണ്ട് ആയത് കാരണം ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. CPIM ബ്രാഞ്ച് അംഗമായ നൌഷാദിന് 22 ലക്ഷം തിരിച്ചു കിട്ടാനുണ്ട്. പണം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ മുൻനിരയിലുള്ള ആളുകൂടിയാണ് നൌഷാദ്. സൊസൈറ്റിയുടെ ഭാഗമായി അടച്ചുപൂട്ടിപ്പോയ മാംസ സംസ്കരണ ഫാക്ടറിയിൽ പണം നിക്ഷേപിച്ച 600ഓളം പേർക്കാണ് നിക്ഷേപത്തുക തിരികെ കിട്ടാനുള്ളത്. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പറഞ്ഞ തീയതി പാലിക്കാൻ CPM നേതൃത്വത്തിനായിട്ടില്ല. 24 വയനാട്. ചില പ്രേക്ഷകരുടെ സംശയം നാളെ കുരായണം ഉണ്ടാകുമോ? കുരായണം ഇന്നുമുണ്ട്, നാളെയുമുണ്ട്. കുരായണത്തിൻ്റെ സംരക്ഷണ സമയം ചിലപ്പോഴൊന്ന് മാറാൻ സാധ്യതയുണ്ട് നാളെ മുതൽ. അപ്പോൾ പ്രേക്ഷകരെ വിശദമായി അറിയിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ സംഘടിതമായി കൊള്ളയടിച്ചെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി. A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങൾ. അതേസമയം ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് ആരംഭിക്കുന്നത് അദ്വൈതം സിനിമയിലെ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. ക്ഷേത്രം സംരക്ഷിക്കേണ്ട മുരാരി ബാബു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകുന്നത് പരിഗണിക്കാനാവില്ല. മുൻ MLA കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി SITയോട് ആവശ്യപ്പെട്ടു. അതേസമയം ദ്വാരപാലക കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരും. അന്വേഷണം പൂർത്തിയാകാത്തതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്ന് അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. സ്ട്രോങ് റൂം തുറന്ന് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് ഇളക്കിമാറ്റിയ പഴയ കട്ടിളപ്പാളികളിലെ സ്വർണവും പരിശോധിച്ചു. സ്വർണപ്പാളികളിലെ അളവും തൂക്കവും SIT ശേഖരിച്ചു. ഇന്നും നാളെയും സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലും SIT പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പഞ്ചാഗ്നി മധ്യയെ തപസ്സിരുന്നാലും ഈ പാപകർമ്മത്തിന് പ്രതികൃതിയാകും. കോടതിയുടെ പരാമർശം ഗംഭീരമായി. എല്ലാം അതിലുണ്ടല്ലോ, ആ ലൈൻസിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
1.3 കോടി വില വരുന്ന സ്വത്തുക്കളാണെന്ന് കണ്ടുകെട്ടിയത്. ശബരിമലയിൽ നടന്നത് വ്യാപകമായ ക്രമക്കേടാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ED പിടിച്ചെടുത്തു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, EDയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? സൂചനകൾ എന്തൊക്കെയാണ്? SKN ശബരിമലയിൽ സംഘടിതമായിട്ടുള്ള ഒരു കൂട്ടക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള SITയുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും ശരിവെക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രധാന പ്രതികളുടെ എല്ലാം സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റെയ്ഡിന് തൊട്ടുപിറകെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അങ്ങനെ 1,30,00,000 രൂപയുടെ സ്വത്തുവകകളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുവകകൾ, അതായത് 8ഓളം സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള 8ഓളം സ്വത്തുവകളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത് സ്മാർട്ട് ക്രിയേഷനിലാണ്. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണം കണ്ടെത്തി. അത് സ്വർണ്ണ കട്ടികളായിട്ടാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാപക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാതെ തന്നെ ED പറയുന്നു. ഒപ്പം തന്നെ ഇതിലൊരു സ്വർണ്ണക്കൊള്ള എന്നുള്ളതിനപ്പുറമായി ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ ഉപയോഗിച്ചു എന്നുള്ളത് കൂടി അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളത് EDയുടെ വാർത്താക്കുറിപ്പിൽ ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകും. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ അറസ്റ്റിലാവാനുള്ള ഒരു സാധ്യത കൂടി ED പറഞ്ഞു വയ്ക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാവും. മറ്റൊന്നുള്ളത് ശബരിമലയിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ കൊടിമരത്തിന്റെ കാര്യത്തിലടക്കം സ്പോൺസർഷിപ്പ് ലഭിച്ചതിലും അതിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് ചെമ്പ് പാളിയാണ് എന്ന് എഴുതി ചേർത്തതിന്റെ രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ ആദ്യ സൂചകമായിട്ട് വേണം ഇന്നത്തെ ഈ സ്വത്തുവകകൾ മരവിപ്പിക്കുന്ന നടപടിയെ കാണാൻ. സി വിജയൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം ശക്തമാകുന്നതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സമ്മതിച്ചു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷണിച്ചതുകൊണ്ടാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ട് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിക്ക് പിന്നാലെയാണ് കടകംപള്ളിയുടെ വിശദീകരണം. 1.5 മാസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന മൊഴി നൽകിയത്. നേതാക്കൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയത്. 2017 മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഇത് ആയുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. അവർ ചടങ്ങിൽ പങ്കെടുത്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ N. വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിൽ വരും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലഫോണിൽ. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടിയാണ് ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസു അന്ന് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത്. മാത്രമല്ല ഇതിൽ ചൂണ്ടിക്കാട്ടിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് നിലവിൽ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കണം എന്നൊരു ആവശ്യം, നൽകണം എന്നൊരു ആവശ്യം അന്വേഷണവുമായി താൻ സഹകരിക്കുന്നുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. നാളെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. SKN. ഗ്രീൻലാൻഡ് ഉടൻ പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ശക്തിയും സമ്മർദ്ദവും ഉപയോഗിക്കാതെ തങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോയ്ക്ക് സാധിക്കുമെന്നും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി താൻ ചോദിക്കുന്നത് ഗ്രീൻലാൻഡ് മാത്രമാണെന്നും ട്രംപ് പറഞ്ഞു. Greenland, including right title and ownership, because you need the ownership to defend it. You can't defend it on a lease. Number one, legally it's not defensible that way, totally.
And number two, psychologically, who the hell wants to defend a license agreement? ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ തത്സമയം ചേരുന്നു. ജിഷ്ണു, ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്തും പറയും എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. പറയൂ. തീർച്ചയായും SKN ഒരു അന്ത്യശാസനമെന്നോ അല്ലെങ്കിൽ ഏതറ്റം വരെയും അമേരിക്ക പോകുമെന്ന സൂചനയായിട്ടോ നമുക്ക് ഈ പ്രസ്താവനയെ കാണാവുന്നതാണ്. ഗ്രീൻലാൻഡ് ആണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ നാറ്റോ സെക്രട്ടറി പറയുന്നുണ്ട് ഗ്രീൻലാൻഡ് അല്ല ഇപ്പോഴത്തെ വിഷയം, യുക്രൈൻ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ യുക്രൈനിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഗ്രീൻലാൻഡിലേക്ക് എത്തിക്കുക, യുക്രൈൻ പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ നാറ്റോ അതിൽ ഇടപെടണമെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ അമേരിക്ക നൽകണമെങ്കിൽ തങ്ങൾക്ക് ഗ്രീൻലാൻഡിനെ തിരിച്ചു തരണം എന്ന ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് വലിയ ചർച്ചയായി നിലനിൽക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് എതിരെ ശക്തമായ ആരോപണങ്ങൾ, അതുപോലെ തന്നെ വലിയ പരിഹാസവുമൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു താരിഫ് ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 10% അധിക തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചിരുന്നു. അതിനെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ നാറ്റോയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് തങ്ങളാണ്, അമേരിക്കയാണ്. എന്നാൽ നാറ്റോ അംഗങ്ങളായ മറ്റു രാജ്യങ്ങൾ തങ്ങൾക്ക് തിരിച്ചൊന്നും നൽകുന്നില്ല എന്നുകൂടി ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള അന്ത്യശാസനങ്ങൾ, അതുപോലെ തന്നെ ട്രംപ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സമ്മർദ്ദങ്ങളൊന്നും അതിനൊന്നും തങ്ങൾ വഴങ്ങില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ കോളിളക്കങ്ങളിലേക്ക്, വലിയ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയാണ്. ട്രംപ് ഏത് വിധേനയും തങ്ങൾക്ക് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കണമെന്ന നീക്കത്തിലേക്ക് കടക്കുന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു പരാമർശം കൂടി നടത്തുന്നുണ്ട്. അതായത് ഒരു ഐസ് കൂനയുടെ ഒരറ്റം മാത്രമാണ് താൻ ചോദിക്കുന്നത് എന്നാണ് ഗ്രീൻലാൻഡിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതറ്റം വരെയും പോകാൻ ട്രംപ് തയ്യാറാണ്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ തൻ്റെ ആവശ്യം ആദ്യം നിങ്ങൾ പരിഗണിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ജിഷ്ണു രവീന്ദ്രനാണ് ചേർന്നത്. ഇപ്പോൾ അനിൽ വാസുദേവ് ഒരു വിവരം അറിയിക്കുന്നു. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. നാഗ്പൂർ 2020 ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ ലഭിച്ചു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് എടുത്തു. 84 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ ടോപ്പ് സ്കോററായി. 20 പന്തിൽ പുറത്താക്കാതെ 44 റൺസുമായി ടീമിലേക്കുള്ള മടങ്ങിവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് റിങ്കു സിംഗ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 32-ഉം ഹാർദിക് പാണ്ഡ്യ 25-ഉം എന്നിവയിൽ തിളങ്ങിയെന്നാണ് വിവരം. സഞ്ജു സാംസൺ പക്ഷേ 10 റൺസിന് പുറത്താവുകയും ചെയ്തു. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ ന്യൂസ് എക്സ്പ്രസ്, ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ചേർത്ത് ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കും. ഇടവേളയ്ക്ക് ശേഷം ബ്രേക്ക്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചെന്ന് സിംഗിൾ ബെഞ്ച്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. നഷ്ടമായത് 4147 ഗ്രാം സ്വർണമെന്നും ഇതുവരെ കണ്ടെത്തിയത് 467 ഗ്രാം മാത്രമെന്നും കോടതി. പഞ്ചാഗ്നി മധ്യയെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതം സിനിമയിലെ വരികൾ ഉത്തരവിൽ പരാമർശിച്ച് പ്രതികൾക്കെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. ദ്വാരപാലക ശില്പക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിൽ പോറ്റി ജയിലിൽ തുടരും. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിൽ വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു സമ്മാനവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് MV ഗോവിന്ദൻ. ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ. നിയമനം 4 കൊല്ലത്തേക്ക് ഉത്തരവിറക്കി ലോക് ഭവൻ. കഴിഞ്ഞ 1.5 കൊല്ലമായി കാലിക്കറ്റ് സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ പി രവീന്ദ്രൻ. ഗ്രീൻലാൻഡ് ഉടൻ പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തിയും സമ്മർദ്ദവും ഉപയോഗിക്കാതെ തങ്ങൾക്കൊന്നും ലഭിക്കില്ലെന്നും ട്രംപിന്റെ പരിദേവനം. Greenland, including right title and ownership, because you need the ownership to defend it. You can't defend it on a lease. Number one, legally it's not defensible that way, totally. And number two, psychologically, who the hell wants to defend a license agreement? യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോ മുന്നിട്ടിറങ്ങുമെന്നും പകരം ഗ്രീൻലാൻഡ് നൽകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. യൂറോപ്യൻ യൂണിയൻ സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലൂടെയെന്നും ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം.
ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫ റിമാൻഡിലായി. പ്രതിയെ മഞ്ചേരി ജയിലിൽ അടച്ചു. ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന്. എനിക്ക് എൻ്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മയ്ക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ചുറ്റിൽ നല്ല ഇതിൽ ഓരോ ശിക്ഷ അനുഭവിക്കണം. അവളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ദീപകിന്റെ മരണത്തിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ജാമ്യം നൽകരുതെന്നും ദീപകിന്റെ കുടുംബം. കാസർഗോഡ് മലപ്പുറം വിവാദ പരാമർശത്തിൽ ഖേദപ്രകടനവുമായി മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് വിശദീകരണക്കുറിപ്പ്. തെറ്റുപറ്റിയോ എന്ന് സജി ചെറിയാനോട് ചോദിക്കണമെന്ന് എം.വി. ഗോവിന്ദൻ. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല എന്ന് ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഖേദപ്രകടനം കൊണ്ട് പ്രശ്നം തീരില്ലെന്നും മന്ത്രിയെ പുറത്താക്കണമെന്നും പ്രതിപക്ഷം. സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. NSSുമായുള്ള ഐക്യത്തിന് അംഗീകാരം നൽകി SNDP യോഗം കൗൺസിൽ. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം അനിവാര്യമെന്ന പ്രമേയം. തുടർ ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സുമായി സമന്വയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനും എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുഷാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ടൈം ഫിക്സ് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്ത് ഇന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. സ്വാഗതം ചെയ്ത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSSന്റെ അടിസ്ഥാന നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ടുള്ള സഹകരണമെന്ന് ജനറൽ സെക്രട്ടറി പറയുന്നു. ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ അനൈക്യമൊന്നും ഇല്ലായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ഔദ്യോഗിക തീരുമാനം എടുക്കും. ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി കേസിൽ മുംബൈയിലെ ബാർക്ക് ആസ്ഥാനത്ത് കേരള പോലീസ് നേരിട്ടെത്തി അന്വേഷണം നടത്തി. ഇടനിലക്കാരനും ബാർക്ക് ജീവനക്കാരനുമായ പ്രേംനാഥിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. തട്ടിപ്പ് നടന്ന കാലയളവിലെ വിശദമായ റേറ്റിംഗ് ഡേറ്റ നൽകാൻ ബാർക്കിന് നോട്ടീസ് കൊടുത്തു. റേറ്റിംഗ് തിരിമറിയുടെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുകൊണ്ടുവന്നത് 24ന്റെ ഓപ്പറേഷൻ സത്യ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക്. ഹൈക്കമാൻഡുമായി മറ്റന്നാൾ ചർച്ച. പ്രധാനമന്ത്രി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കേരളത്തിൽ BJPക്ക് വിജയ സാധ്യതയെന്ന പുതിയ അധ്യക്ഷൻ നിതിൻ നബീൻ വിളിച്ച യോഗത്തിൽ കേരള നേതാക്കൾ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം നാളെ ചേരും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് NDTV വോട്ട് വൈബ് സർവേ. കേരള മാധ്യമരംഗത്തെ ഏറ്റവും വലിയ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിക്കായി 24മായി കൈകോർത്ത K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. 24ന്റെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 1000 വീട് പദ്ധതിയുമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിക്കും. ആദ്യഘട്ടത്തിൽ 100 വീടുകളുടെ പണി പൂർത്തിയാകുന്നതിന് പിന്നാലെ അടുത്ത ഘട്ട നിർമ്മാണം ആരംഭിക്കും. 24 എക്സ്ക്ലൂസീവ് ന്യൂസ്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്ക് ആശംസയുമായി സ്പ്രിന്റ് ഇതിഹാസം ബെൻ ജോൺസൺ. താരങ്ങൾക്കും പരിശീലകർക്കും സഹായം നൽകാൻ തയ്യാറെന്ന് 24 അദ്ദേഹം പ്രതികരിച്ചു. Maybe on the 23rd I could show some of the coaches some tips and some stuff what to do and what to improve the athletes a little bit. കേരളത്തിലെത്താനായതിൽ സന്തോഷമെന്നും ഒളിമ്പിക്സ് മെഡൽ ജേതാവ്. ബംഗ്ലാദേശിന് അന്ത്യശാസനവുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യയിൽ കളിക്കാനെത്തിയില്ലെങ്കിൽ 2020 ലോകകപ്പിൽ നിന്ന് പുറത്താക്കും. പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. തീരുമാനം അറിയിക്കാൻ ഒറ്റ ദിവസം കൂടി സമയം നൽകി. വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC ബോർഡ് തള്ളിയത് 2-നെതിരെ 14 വോട്ടിന്. നാഗ്പൂർ 2020യിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 239 റൺസ് വിജയലക്ഷ്യം. വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതി അംഗീകരിച്ച മന്ത്രിസഭാ യോഗം. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉജ്ജീവന പദ്ധതിക്കും അംഗീകാരം. വനം വകുപ്പിൽ 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് അനുമതി. ചെല്ലാനം കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിലെ 2ാം ഘട്ട പ്രവൃത്തികൾക്കും അംഗീകാരമായി. കണക്ട് ടു വർക്ക് പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന പദ്ധതിയിൽ ഇതുവരെ ലഭിച്ചത് 30,000-ലേറെ അപേക്ഷകൾ. അർഹരായ എല്ലാവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതപരിവർത്തനം ആരോപിച്ച് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികൻ ആൽവിൻ ജയിൽ മോചിതനായി. ജാമ്യം അനുവദിച്ചത് മജിസ്ട്രേറ്റ് കോടതി. നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മലയാളി വൈദികനെ UP പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം 13-ാം തീയതി. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഇന്ന് 2 തവണയായി പവന് കൂടിയത് 5450 രൂപയാണ്. ഒരു പവൻ സ്വർണത്തിന് 1,15,320 രൂപയായി. സ്വർണ്ണവില കുത്തനെ ഉയർന്നത് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വെള്ളി വിലയിലും വൻവർധനയുണ്ടായി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വ്യോമസേനയുടെ മൈക്രോലൈറ്റ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്ന് വ്യോമസേന. വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചത് ഉത്തർപ്രദേശിലെ ബൗറളി വ്യോമത്താവളത്തിനുള്ള പതിവ് പരിശീലന പറക്കലിനിടെ. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയൻ NDAയിലേക്ക് വരണമെന്ന കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെ 24നോട് പറഞ്ഞു. പിണറായി വിജയൻ NDAയിൽ ചേരുന്നത് വിപ്ലവകരമായ തീരുമാനമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതെ, അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കേരളത്തിന് സഹായം ലഭിക്കണം. ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ്. നമ്മൾ അവകാശപ്പെട്ടതാണ് കേരളത്തിന് ഈ ഭരണഘടനാ വിരുദ്ധത. രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാംദാസ് അത്താവലയ്ക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലെന്ന് MV ഗോവിന്ദൻ. രാംദാസ് അത്താവലെ ഹാസ്യ കഥാപാത്രമെന്ന് ബിനോയ് വിശ്വം. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഘടിച്ചവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ഒഴിവാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. ഒരു വിഭാഗം ബസിലിക്കയിൽ തുടരുന്നത് സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായെന്നും ഹർജിയിൽ വാദം. തിരുവനന്തപുരം കിളിമാനൂരിലെ ദമ്പതികളുടെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയ വാഹനം കത്തിച്ചതിൽ കേസെടുത്ത പോലീസ്. വാഹനം കത്തിയത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ തൊണ്ടി മുതൽ അലക്ഷ്യമായി സൂക്ഷിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് 24 വാർത്ത നൽകിയത്. പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹൈക്കോടതിയിൽ അതിജീവിതയുടെ സത്യവാങ്മൂലം. മുൻകൂർ ജാമ്യം നൽകിയാൽ ഭീഷണിപ്പെടുത്തി പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയം. രാഹുലിനെതിരെ 10-ലേറെ പീഡന ആരോപണങ്ങളെന്നും ആദ്യ കേസിലെ അതിജീവിത. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അനിവാര്യമെന്ന SIT. തിരുവനന്തപുരം വെള്ളിയാഴ്ചക്കാവിൽ മണ്ണിടിഞ്ഞു വീണ് JCB ഓപ്പറേറ്റർ മരിച്ചു. മരിച്ചത് JCB ഓപ്പറേറ്ററായ അനീഷ്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത്. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു. തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടു. ആത്മഹത്യയാണോ എന്ന് സംശയം. മരിച്ചത് കമലേശ്വരം സ്വദേശികളായ സജിതയും മകൾ ഗ്രീഷ്മയും. സൈനൈഡ് കഴിച്ച് ജീവനൊടുക്കിയതാണെന്നാണ് സൂചന. മരിക്കുന്നതിന് മുമ്പ് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴികളിൽ ദുരൂഹത ആവർത്തിച്ച പോലീസ്. ആസൂത്രിതവും പരസ്പരം സംരക്ഷിച്ചുമുള്ള മറുപടികളാണ് മാതാപിതാക്കളുടേത് എന്ന അന്വേഷണ സംഘം. ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്ത് 4 മണിക്കൂറോളം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം NDAയിൽ തിരിച്ചെത്തി. മുൻ മന്ത്രിയും അണ്ണാ DMKയുടെ മുതിർന്ന നേതാവുമായിരുന്ന R വൈദ്യലിംഗം DMKയിൽ ചേർന്നു. മദ്യപിച്ച് ബസ് ഓടിച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട KSRT ഡ്രൈവേഴ്സിനെ സർവീസിൽ തിരിച്ചെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. 5000 രൂപ ഫൈൻ ഈടാക്കി 500ഓളം പേരെ തിരിച്ചെടുക്കും. നടപടി മനുഷ്യത്വത്തിന്റെ പേരിലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. നടപടി നേരിട്ട് പുറത്തുള്ളത് 650ഓളം ഡ്രൈവേഴ്സ്. പാലക്കാട് 2 ഇടങ്ങളിലായി ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ 3 പേർ മരിച്ചു. മണ്ണാർക്കാട് കല്ലടിക്കോടുണ്ടായ അപകടത്തിൽ മരിച്ചത് കടമ്പഴിപ്പുറം സ്വദേശികളായ ബിബിത്, സുജിത്ത് എന്നിവർ. പൂവത്താണിയിൽ ഓട്ടോറിക്ഷ അഴുക്കുചാലിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് വെള്ളിനേഴി സ്വദേശി പ്രകാശൻ. എറണാകുളം ചെറായിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച അപകടമുണ്ടായി. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
തിരുവനന്തപുരം വിഴിഞ്ഞത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് 58-കാരന് ഗുരുതരമായി പരിക്കേറ്റു. വയനാട്ടിലെ സംവരണ സീറ്റുകളിൽ പണിയ വിഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ മുന്നണികൾ തയ്യാറാക്കണമെന്ന് ആദിവാസി ഗോത്രമഹാസഭ. ആവശ്യം അംഗീകരിക്കുന്ന മുന്നണി പിന്തുണയ്ക്കുമെന്ന് എം ഗീതാനന്ദൻ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണിയ വിഭാഗം എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറാകണം. UDF ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ആഭിമുഖ്യം UDF-നോടാണെന്നും ഗോത്രമഹാസഭ. ഇടുക്കി പള്ളിവാസലിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആരോപണം മൂന്നാർ CI വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്ന വിശദീകരണവുമായി മൂന്നാർ CI. റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF സംഘത്തെ വനിതാ ഉദ്യോഗസ്ഥർ നയിക്കും. 140 അംഗ സംഘത്തെ നയിക്കുന്നത് CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാല. റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF പുരുഷ സംഘത്തെ വനിതാ ഉദ്യോഗസ്ഥർ നയിക്കുന്നത് ഇതാദ്യം. 26-കാരിയായ സിമ്രാൻ ബാല ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. വിരമിക്കൽ 27 കൊല്ലത്തെ സേവനത്തിന് ശേഷം. അമേരിക്കൻ നേവിയിൽ പൈലറ്റായിരുന്ന സുനിതയെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി നാസ തെരഞ്ഞെടുത്തത് 1998-ൽ. സുനിത വില്യംസ് പങ്കാളിയായത് നാസയുടെ 3 സുപ്രധാന ബഹിരാകാശ ദൗത്യങ്ങളിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസിൽ ഇന്ത്യ അംഗമാകരുതെന്ന് ഇടതു പാർട്ടികളുടെ സംയുക്ത പ്രസ്താവന. ഐക്യരാഷ്ട്രസഭയെ മറികടക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന ആരോപണം. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ മാനിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നും ഇടതു പാർട്ടികൾ. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ ടെലിവിഷൻ മേഖലയെ ഞെട്ടിച്ച ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് തിരിമറിയിൽ നിർണായക നീക്കവുമായി കേരള പോലീസ് മുംബൈയിലെത്തി. മുംബൈയിലെ ബാർക്കിന്റെ ആസ്ഥാനത്തെത്തിയ കേരള പോലീസ് ആരോപണ വിധേയനായ ജീവനക്കാരൻ പ്രേംനാഥിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. റേറ്റിംഗ് തട്ടിപ്പ് വാർത്ത പുറത്തുവന്ന അന്നു മുതൽ നിർബന്ധിത അവധി നൽകി ജോലിയിൽ നിന്ന് പ്രേംനാഥിനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് കേരള പോലീസ് ബാർക്ക് മുംബൈയുടെ ഓഫീസിൽ വെച്ച് മൊഴിയെടുത്തത്. കളമശ്ശേരി സ്റ്റേഷനിലെ SHO T ദിലീഷ്, ഗ്രേഡ് SI സെബാസ്റ്റ്യൻ ആന്റണി, സൈബർ ഡോം ASI ഡെൽഫിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മുംബൈയിലെ ബാർക്ക് ഓഫീസിൽ എത്തിയത്. 20 മണിക്കൂറിലേറെ നേരം മൊഴിയെടുപ്പും തെളിവ് ശേഖരണവും നീണ്ടു. ഓപ്പറേഷൻ സത്യയുടെ വിവരങ്ങൾ 24 പുറത്തുവിട്ട അന്നു തന്നെ ബാർക്ക് നേതൃത്വം പ്രേംനാഥിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇയാളുടെ ഫോൺ വാങ്ങിച്ച് സ്വകാര്യ ലാബിൽ ഫോറൻസിക് പരിശോധനയ്ക്കും കമ്പനി അയച്ചു. ഇതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പോലീസിന് കൈമാറാൻ ബാർക്ക് തയ്യാറായിട്ടില്ല. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിനായി പോലീസ് നോട്ടീസ് കൊടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോണിൽ നിന്ന് രേഖകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസിന്റെ അടുത്ത നടപടി. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടന്ന കാലയളവിലെ വിശദമായ റേറ്റിംഗ് ഡാറ്റയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9 സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്ന് സമ്മതിച്ച പ്രേംനാഥ് തൊടുന്യായങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. 2 അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ബാർക്ക് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് മുന്നിൽ ഹാജരായത്. പ്രേംനാഥിന് പുറമെ ബാർക്കിലെ മാനേജ്മെന്റ് അഷുറൻസ് ഹെഡ്, ടെക്നിക്കൽ IT ഡിവിഷനുകളുടെ വൈസ് പ്രസിഡന്റുമാർ, ബാർക്കിലെ മലയാളി ഉദ്യോഗസ്ഥരായ സുമാ രമേശ്, മനോജ് നായർ എന്നിവരിൽ നിന്നൊക്കെ കേരള പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഒരിക്കൽ കൂടി പറയാൻ തോന്നുന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ തനിച്ചാണ്, നമ്മുടെ സഹായത്തിന് ആരുമില്ല, നമുക്ക് സംസാരിക്കാൻ ആളില്ല, നമുക്കൊരു അന്യതാബോധമാണ്, ഏകാന്തതയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇനി അവസരമില്ല. എല്ലാവരും ഒന്നിച്ചു നിൽക്കാനും ഒരു കുടക്കീഴിൽ കയറാനും മില്യൺ മലയാളി ക്ലബ്ബ് വരികയാണ്. 1 കോടി മലയാളികൾ ഒരേ കുടക്കീഴിൽ കയറുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ടൈം സോണിലും ഇന്ന് ഈ കുടക്കീഴിൽ കയറുന്നു. പരസ്പരം സംസാരിക്കാം, സഹായിക്കാം. വാട്സപ്പ് ആപ്പിൽ എന്തൊക്കെ സന്ദേശങ്ങൾ അയക്കാം അതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ആവശ്യപ്പെടാം. അങ്ങനെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സംവദിക്കാനും സഹകരിക്കാനും കഴിയുന്ന ഒരു പുതിയ സംവാദവേദി, ഒരു സഹകരണ വേദി ഇതാ തുറക്കുന്നു. മില്യൺ മലയാളി ക്ലബ്ബ്. ആദ്യം 10 ലക്ഷം ആളുകൾ. ആ 10 ലക്ഷം ആളുകൾ അവരുടെ അയൽവാസികളും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി 10 പേരെ കൂടി ചേർത്ത് 1 കോടിയിലെത്തും. 1 കോടി മലയാളികളുമായി
കുടുംബമായി ഒരേ കുടക്കീഴിൽ നമ്മളിനി മുന്നോട്ട് പോകും. ആഗോള മലയാളികൾ ഇനി ഒരു കുടക്കീഴ്. നമുക്ക് ചുറ്റും 100 ലക്ഷം ആളുകൾ. MMC അഥവാ മില്യൺ മലയാളി ക്ലബ്. യെസ്, 1 crore മലയാളി ക്ലബ് വേൾഡ് വൈഡ്. ഇനി നമുക്കൊന്നിച്ച് കൈകോർക്കാം. ഇനി മുതൽ നിങ്ങൾ തനിച്ചല്ല. ഭാവിയിൽ ഒരു 100 ലക്ഷത്തിന്റെ, അതായത് 1 കോടി ആളുകളുടെ കരുത്തിലാകും നിങ്ങളുടെ ജീവിതയാത്ര. അംഗമാകാനുള്ള MMC ആപ്പ് ഉടൻ ലോഞ്ച് ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിവരം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി ഒരു സന്ദേശം കൊടുത്താൽ മതിയാവും. ഇവിടെ നിന്നെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മറുപടി തരും. കൂടുതൽ വിവരങ്ങൾക്ക് 8111991602, 8111991260. ഇമെയിൽ 24connect@24news.com. മില്യൺ മലയാളി ക്ലബ്. ഇനി ഒരിടത്തും ഒറ്റയ്ക്കാവില്ല ഒരു മലയാളി. നാളെ മുതൽ MMCയിലേക്ക് ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ക്ഷണപത്രവുമായി ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ആളുകളെത്താം. 28-ാം തീയതിയോടെ ആപ്പും റെഡിയാവും. അപ്പോൾ ആപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് കയറാം. സംശയമുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ നമ്പറിൽ വിളിക്കുക. അപ്പോൾ എന്തായാലും ഈ മില്യൺ മലയാളി ക്ലബ്ബ് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. MMC ഒരുപക്ഷെ നമ്മുടെ ഈ ഒറ്റപ്പെടലിനൊക്കെ തന്നെ ഒരു മറുപടിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ കാട്ടുപോത്ത് ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ അശ്വിൻ, സനോജ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും. ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് കാണാം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. പറയൂ ഉമേഷ്. എസ്കെൻ, പാലോട് പെരിങ്ങമല മൗണ്ട് ജംഗ്ഷന് സമീപത്തായിരുന്നു ഈ അപകടമുണ്ടാകുന്നത്. അശ്വിൻ ഓട്ടോ പിടിച്ച് സനോജിൻ്റെ ഓട്ടോയിൽ പോവുകയായിരുന്നു. ഈ സമയത്താണ് കാട്ടുപോത്ത് ഈ ഓട്ടോറിക്ഷ റോഡിൽ നിന്ന് കുത്തിമറിച്ചത്. എന്തായാലും വലിയ അപകടങ്ങൾ, വലിയ ഗുരുതര പരിക്കുകൾ ഇരുവർക്കും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇരുവരെയും പാലോട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. ഈ സമീപ പ്രദേശങ്ങളിൽ സമാനമായി മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി കാട്ടുപോത്തിൻ്റെയും ഒപ്പം കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണ് പ്രദേശത്ത്. എന്തായാലും വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞുപോയി എന്ന് പറയാം. എസ്കെൻ. ഓക്കെ ഉമേഷ്, മറ്റൊരു കാര്യം, ഈ വിഴിഞ്ഞത്ത് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ഒരു മധ്യവയസ്കന് ബൈക്ക് ഇടിച്ച് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എസ്കെൻ, വിഴിഞ്ഞത്ത് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഷാജി 58 വയസ്സുള്ള ഷാജി റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് വളരെ വേഗത്തിൽ വന്ന മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വളരെ വേഗത്തിൽ വന്ന ഒരു ബൈക്ക് ഇടിച്ചാണ് ഷാജിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം ഓടിച്ച ആൾക്കും പരിക്കുണ്ട്. ഇദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. എസ്കെൻ. ഓക്കെ, എന്തായാലും ഈ അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുകയാണ്. വണ്ടി ഓടിക്കുന്ന ആൾക്കാരും റോഡ് ഉപയോഗിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, പോക്സോ കേസ് പ്രതി ഒരു ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൂജപ്പുര സ്റ്റേഷനിലെ പോക്സോ കേസ് പ്രതിയായിരുന്ന ആറാമട സ്വദേശി ശശികുമാറാണ് തൂങ്ങി മരിച്ചത്. 61 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:30 മണിയോടെ കഴക്കൂട്ടത്തെ ഒരു ലോഡ്ജ് മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം 10-ാം തീയതിയാണ് ശശികുമാർ ഈ ലോഡ്ജിൽ റൂമെടുത്തത്. കഴിഞ്ഞ 4-ാം തീയതി പൂജപ്പുര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് ഈ മരിച്ച ശശികുമാർ. ഒളിവിലായിരുന്ന ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചു വരികയായിരുന്നു. ജാമ്യം ലഭിക്കാതെ വന്നതോടെ തൂങ്ങി മരിച്ചതാണോ എന്ന് പ്രാഥമികമായ സംശയം. ഇന്ന് വൈകുന്നേരം സുഹൃത്ത് വന്ന് റൂമിൽ തട്ടി വിളിച്ചപ്പോൾ വാതിൽ കുറ്റിയിട്ടിരുന്നു അകത്തുനിന്ന്. തുടർന്ന് വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയുടെ ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്പ്രിന്റ് ഇതിഹാസവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ ബെൻ ജോൺസൺ താരങ്ങൾക്കും പരിശീലകർക്കും ആവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറെന്ന് ബെൻ ജോൺസൺ 24നോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും ഇവിടെ എത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമാണെന്നും ബെൻ ജോൺസൺ വ്യക്തമാക്കി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. Ben Johnson, the greatest sprinter of all time. 1988-ൽ സോളിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ 9.79 സെക്കൻഡിൽ ഓടിയെത്തി ലോകത്തെ ഏറ്റവും വേഗമേറിയ മനുഷ്യനായ ബെൻ സിൻക്ലെയർ ജോൺസൺ അഥവാ ബെൻ ജോൺസണ് ഇന്നും അതേ പ്രസരിപ്പ്. ഇപ്പോൾ കാനഡയിൽ പരിശീലകന്റെ കുപ്പായത്തിലുള്ള താരം DC ബുക്സിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമാവാനാണ് കേരളത്തിലെത്തിയത്. കേരളത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ബെൻ. I'm very excited to be here. It's been a long trip, but I've been told that the people here are very wonderful and very nice and very warm, and I'm looking forward to have a good business and also some sightseeing and do some sports thing on the 23rd. ഇന്ത്യ ഒളിമ്പിക്സ് ആതിഥേയരാവാൻ തയ്യാറെടുക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. Maybe on the 23rd I could show some of the coaches some tips and some stuff what to do and what to improve the athletes a little bit.
100-200 മീറ്ററുകളിലെ മുൻ ദേശീയ ജേതാവും കസ്റ്റംസ് ഇന്റലിജൻസിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായ റോയ് വർഗീസ് IRSും സ്പോർട്സ് ജേർണലിസ്റ്റ് സനിൽ P. തോമസും ചേർന്നാണ് ബെൻ ജോൺസനെ കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് ഹരികൃഷ്ണനൊപ്പം അനിൽ വാസുദേവ് 24. മുഖ്യമന്ത്രി പങ്കെടുത്ത കണക്ട് വർക്ക് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മൈക്ക് കയറി പണി മുടക്കണോ? അങ്ങനെ സംഭവിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുമ്പോഴാണ് മൈക്ക് പെട്ടെന്ന് കയറി ഓഫായത്. നിശ്ചലമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിലിരിക്കെ 5 മിനിറ്റ് എടുത്തു. അവസാനം സംഭവം ശരിയായി കേട്ടോ. മൈക്കല്ലേ കയറി നമുക്ക് എന്തെങ്കിലും മർദ്ദിക്കാൻ പറ്റുമോ? ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നാളെ മുതൽ പുതിയ സംവാദ പരിപാടി ആരംഭിക്കും. നാളെ രാത്രി 8:15 തമ്മിൽ രാത്രി 8 മണിക്ക് എന്താണ് പരിപാടി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. നാളെ രാത്രി 8 മണിക്ക് 24 വാർത്തകളുമായി 24/24. അത് കഴിഞ്ഞാൽ രാത്രി 8:15 നിങ്ങൾക്ക് പുതിയ സംവാദവേദി കാണാം. തമ്മിൽ ഗുഡ് ബൈ. ഓരോ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 10 വർഷം കേരളം ഏറ്റുവാങ്ങിയത് എന്താ ഇത്? എന്താണ് സംഭവിച്ചത്? ഒന്നും കേൾക്കുന്നില്ലല്ലോ. മൈക്കിൻ തുമ്പത്ത് കൊട്ടിയിട്ടും പിടിച്ചിട്ടുമൊന്നും ഒരനക്കവുമില്ല. ഭാഗ്യം, മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞല്ലോ. മൈക്കിന് അനക്കമൊന്നുമില്ലെന്ന് വന്നതോടെ മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിക്കടുത്തേക്ക് നീങ്ങി. എന്താ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നത്? അതും കേൾക്കാനില്ല. മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള ചർച്ചയില്ലായ്മ നേരത്തെയും ഉണ്ടായിട്ടുള്ളതിനാൽ കരുതലോടെയാണ് മന്ത്രി രാജന്റെയും മറ്റുള്ളവരുടെയും പെരുമാറ്റം. നല്ല ക്ഷമ, ഒന്നും സംഭവിച്ചില്ലെന്ന മട്ട്. തിരിച്ചു വന്ന് ഒന്നുകൂടി മൈക്കിൽ തട്ടിയിട്ടും മുട്ടിയിട്ടും രക്ഷയില്ലെന്ന് കണ്ടതോടെ മന്ത്രി കെ രാജൻ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. പരിഭ്രാന്തരായ മൈക്ക് ഓപ്പറേറ്ററും സഹായിയും കേബിൾ കുത്തിയുമൂരിയും അറിയാവുന്ന പണിയെല്ലാം ചെയ്തു. അധ്വാനം അല്പനേരത്തിനകം ഫലം കണ്ടു. മൈക്ക് ശരിയായതോടെ ഓപ്പറേറ്റർ തോളിൽ തട്ടി അഭിനന്ദിക്കാനും മന്ത്രി രാജൻ മറന്നില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടികളിലെ മൈക്ക് ശാപം പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം പുല്ലൂരിലെ പരിപാടിയിലും മൈക്ക് പണിമുടക്കിയിരുന്നു. 24 തിരുവനന്തപുരം.